ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു പരിപ്പ് ചേന എരിശ്ശേരി തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കാറുള്ള പരിപ്പില്ലേ, തൂവരപ്പരിപ്പ്, അതാണ് കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 2 ഇരട്ടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് ഒരു വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒരു വലിപ്പത്തിലുള്ള പകുതി ചേന എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പരിപ്പ് വേവണ സമയം കൊണ്ട് തന്നെ മീഡിയം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോ ഒരു വിസിൽ വന്ന് പ്രഷർ ഫുള്ള് പോയിട്ടാണ് ഞാനിത് തുറന്നത്. പരിപ്പ് പകുതി കുക്കായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേന പരിപ്പിന്റെ കൂടെ ആദ്യം തന്നെ ഇട്ട് വേവിക്കാട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചേന നിങ്ങൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചിടാന്. ഞാൻ സാധാരണ പരിപ്പ് പകുതി കുക്കായിട്ടാണ് ചേന ചേർക്കാറ്. അപ്പൊ പരിപ്പ് പകുതി വെന്തത് കൊണ്ട് നമുക്ക് ചേന ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്താൽ മതി. ഇതുപോലെ ചേർക്കുമ്പോൾ ചേർത്തിട്ട് ഒരു വിസിൽ വന്നാൽ മതി. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം മുറിക്കാൻ. അപ്പൊ നിങ്ങൾ ആദ്യം ചേർക്കണുണ്ടെങ്കിൽ ഇതിന്റെ ഡബിൾ സൈസിൽ വേണം മുറിക്കാനായിട്ട്. ഈ കറി ഉണ്ടാക്കുമ്പോൾ പരിപ്പും ചേനയും നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരിക്കണം. പിന്നെ ചില ചേനയ്ക്ക് വേവ് കുറവായിരിക്കും കേട്ടോ. അത് നമുക്ക് മുറിക്കുമ്പോൾ മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വേവ് അത് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചേന നമ്മൾ പരിപ്പിന്റെ കൂടെ തന്നെ 2 വിസിലും 3 വിസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തുറന്നു നോക്കുമ്പോൾ ചേന കാണാനുണ്ടാവില്ല, ഫുള്ള് അലിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. ഇപ്പോ പരിപ്പും ചേനയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതൊരു സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചു ചേർക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കണം വെന്തിട്ടുണ്ടായിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിലിപ്പം പരിപ്പ് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇതേ കറി തന്നെ നിങ്ങൾക്ക് പയറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. വൻപയറൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വൻപയർ ചേന എരിശ്ശേരി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചേന മാത്രം ചേർത്തിട്ടുണ്ടാക്കാം. അങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഷ്ണങ്ങളൊക്കെ ഉടച്ചു കൊടുക്കാം. അധികം ഉടക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണ്ട, കുറച്ച് ഉടച്ചാൽ മതി. എങ്ങനെയാ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലേക്ക് ഇത് ഉടച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. പക്ഷെ സാധാരണ എരിശ്ശേരി കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഇവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അത് നല്ല ജീരകമാണ് കേട്ടോ, പെരുംജീരകമല്ല. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയേണ്ട ആവശ്യമില്ല. എരിശ്ശേരിയിലേക്ക് കുറച്ച് തരിതരിപ്പായിട്ടാണ് അരക്കാറ്. ചിലര് എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഈ മുളക് പൊടി ചേർക്കാണ്ട് അരയ്ക്കുന്ന കൂട്ടത്തില് പച്ചമുളക് ചേർക്കാറുണ്ട്, വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട്. പിന്നെ ചിലര് ചെറിയുള്ളി ചേർക്കാറില്ല. അങ്ങനെ ഇപ്പൊ ഓരോരോ നാട്ടിനനുസരിച്ച് അതിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് പച്ച ചൊവ്വയൊക്കെ മാറുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരുപാട് സമയം അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ചുകൊണ്ടിരിക്കുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയാണ് ഇതിന്റെ അടുത്ത പരിപാടി, വറവ് തയ്യാറാക്കണം. അതിലാണ് ശരിക്കും എരിശ്ശേരിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എണ്ണ ഇത്ര എടുക്കണമെന്നില്ല. തണുപ്പായതുകൊണ്ട് എണ്ണ കട്ട പിടിച്ചിരിക്കുന്നു. അപ്പൊ അലിഞ്ഞു വന്നപ്പോ കുറച്ച് കൂടിപ്പോയ സംശയമുണ്ട്. എണ്ണ ചൂടാവുമ്പോ നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാം. 2 ഉണക്കമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ ഒരു പിടി തേങ്ങ കൂടെ ചേർക്കാം. ഈ തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ കരിഞ്ഞു പോവാതെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാതെ വറുത്തെടുത്താൽ മതി. ഈ തേങ്ങ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് എരിശ്ശേരിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ചോറിന് കൂട്ടാൻ പറ്റിയ നല്ല പരിപ്പ് ചേന എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് പരിപ്പ് ചേന എരിശ്ശേരിയാണ് ഉണ്ടാക്കിയത്. അറിയാത്തവര് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കൂടുതൽ വീഡിയോ കാണാനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്